ശ്രീലാൽ കുമാർ, ഇത് ഈ രേഖകൾ എത്ര ബുദ്ധിമുട്ടിയാണ് പരിശോധിച്ചത് എന്നുള്ള രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ. ഓരോ ഫോട്ടോയും തമ്മിൽ താരതമ്യം ചെയ്യണം, ഓരോ ഫോട്ടോകളിലേക്കും കടന്നു പോകണം, ഓരോ അഡ്രസ്സും നോക്കി പോകണം. അങ്ങനെ 6 മാസം എടുത്ത് കഠിന പരിശ്രമത്തിലൂടെ കണ്ടെത്തിയ തെളിവാണ്. ഒരേ ഒരു നിയമസഭാ മണ്ഡലത്തിലെ, ഓർക്കണം, ഒരേ ഒരു മണ്ഡലത്തിലെ തെളിവാണ് ഇത്ര ലക്ഷം തെളിവായി പുറത്തേക്ക് വരുന്നത്, കള്ള വോട്ടുകളുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിക്കൂട്ടിലല്ലേ ലാൽകുമാർ? BJPക്കൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിക്കൂട്ടിലല്ലേ? അത് മനസ്സിലാക്കി തന്നെയല്ലേ ഇന്നത്തെ മറുപടിയും? ഇതിൽ കുഴപ്പങ്ങളില്ല എന്നല്ല പറയുന്നത്, ഒരു സത്യവാങ്മൂലം തരൂ, അത് പരിശോധിക്കാമെന്ന് പറയുന്നു. പരിശോധിക്കാമെന്ന് പറയുമ്പോൾ ഈ ക്രമക്കേടിനെ മുഴുവൻ കൂട്ടുനിന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി എന്ത് പരിശോധിക്കുന്നു, എന്ത് തെളിവ് നൽകാനിരിക്കുന്നു ലാൽകുമാർ? അല്ല, നോക്കൂ, നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ നിന്ന് നമ്മൾ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ BJPക്കോ ഭരിക്കുന്ന കക്ഷിക്കോ വേണ്ടി പണിയെടുക്കുന്ന ഒരു സംവിധാനമായി ഇത് മാറാൻ പാടില്ല എന്നുള്ളതാണ് ജനാധിപത്യ വിശ്വാസികളായ മനുഷ്യർക്ക് തോന്നേണ്ടത്. അതുതന്നെയാണ് നമുക്ക് തോന്നിയില്ലെങ്കിലും ആ പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് തോന്നേണ്ടത്. അതിൻ്റെ അന്തസ് ഉയർത്തിപ്പിടിച്ച TN ശേഷൻ എന്ന് പറയുന്ന ഒരു മഹാനായ ഇലക്ഷൻ കമ്മീഷൻ ഈ രാജ്യത്തുണ്ടായിരുന്നു. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ ID കാർഡ് വെച്ചുള്ള തെരഞ്ഞെടുപ്പിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോയതെന്ന് നമ്മൾ മറന്നുപോകരുത്. അങ്ങനൊരു സാഹചര്യത്തിൽ കൂടെയാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. ഏതൊരു പ്രോഗ്രസിങ് ഡെമോക്രസിക്കും, ഡെമോക്രസി ഈസ് ഓൾവേസ് പ്രോഗ്രസിങ്, ഇസ്ന്റ് ഇറ്റ്? അപ്പം ഏതൊരു പ്രോഗ്രസിങ് ഡെമോക്രസിക്കും നമുക്ക് കൂടുതൽ അക്കൗണ്ടബിൾ ആകേണ്ട കാര്യമുണ്ട്. ഇലക്ഷൻ കമ്മീഷനാകട്ടെ, ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആകട്ടെ, ആരും, ഞാൻ എന്ന വ്യക്തിയാകട്ടെ, മാധ്യമപ്രവർത്തകരാകട്ടെ, കൂടുതൽ അക്കൗണ്ടബിൾ ആകുക എന്നുള്ളതാണ് നമ്മുടെ പരമമായ ലക്ഷ്യം. അതാണ് ഡെമോക്രാറ്റിക് ഫങ്ഷനിങ് പ്രോപ്പറാക്കുക. ഇവിടെ നോക്കൂ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഡിജിറ്റൽ ഡോക്യുമെൻ്റ് എല്ലാം കയ്യിലിരിക്കുമ്പം ആ ഡിജിറ്റൽ ഡോക്യുമെൻ്റ് പബ്ലിക് ആക്കുന്നതിൽ എന്താണ് പ്രശ്നം എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. കാരണം കൂടുതൽ അക്കൗണ്ടബിൾ ആകുകയല്ലേ ചെയ്യുക. പോട്ട്, ഈ പറയുന്ന കാര്യം രാഹുൽ ഗാന്ധിയെ പോലെ പ്രതിപക്ഷ നേതാവ് 6 മാസത്തെ വലിയ ഒരു സ്ട്രെനുവസ് ടാസ്കിൻ്റെ ഭാഗമായി കണ്ടുപിടിക്കേണ്ട സാഹചര്യം വരുന്നു. ഇത് ഇവരുടെ ഫിംഗർ ടിപ്പിലിരിക്കുന്ന ഡോക്യുമെൻ്റ് അല്ലേ, ഇവർക്ക് ചെക്ക് ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ട്? ഈ ഡിജിറ്റൽ ഡോക്യുമെൻ്റ് കയ്യിലിരിക്കുകയാണെങ്കിൽ ഇത് ക്രോസ് ചെക്ക് ചെയ്യാനും ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്താണ് പാട്? അങ്ങനെ ഈ പറയുന്ന പേരില്ലാത്ത, പിതാവിൻ്റെ പേരില്ലാത്ത, ഒരേ അഡ്രസ്സിലുള്ള ഒരുപാട് വോട്ടുകൾ ഉള്ള ഒരു സാഹചര്യത്തെ എന്തുകൊണ്ട് ഒരു പെസിമിസ്റ്റിക് അപ്രോച്ചോടുകൂടി ഇലക്ഷൻ കമ്മീഷൻ കാണുന്നില്ല? ഒരു ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്കല്ലേ അത് ആദ്യം തോന്നേണ്ടത്. ഇപ്പം രാഹുൽ ഗാന്ധിക്ക് തോന്നുമോ, നരേന്ദ്രമോദിക്ക് തോന്നുമോ, അല്ലെങ്കിൽ എനിക്കോ VV രാജേഷിനോ തോന്നുന്നുള്ളവർ നിൽക്കട്ടെ. അതിനൊക്കെ ഉപരി ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ജനാധിപത്യത്തിൽ, തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് സുപ്രീം കോടതി ടൈം ആൻഡ് അഗെയിൻ ഇറ്റ് സേസ് ദാറ്റ് ഇലക്ഷൻ ഈസ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. ഫ്രീ ആൻഡ് ഫെയർ ഇല്ല എങ്കിൽ ഒരിക്കലും തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെ മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് സുപ്രീം കോടതി പല ഘട്ടങ്ങളായി പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ സ്ഥാപനത്തിലിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷണറീസിന് തന്നെ തോന്നാതെ വഴിയിലിരിക്കുന്ന ബാക്കിയുള്ളവർക്കൊക്കെ തോന്നേണ്ട ഒരു സാഹചര്യം വരിക എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഒരു കൺഫ്യൂഷൻ വരുന്നു എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. 2, ഇപ്പോൾ രാജേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. രാജേഷിൻ്റെ പാർട്ടിയുടെ വാദം വെക്കുകയാണ്. പക്ഷെ അതിനകത്തൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്നെ കേൾക്കുന്നവർ ജാഗ്രതയോടുകൂടി കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഈ പറയുന്ന വോട്ടേഴ്സൊക്കെ കോൺഗ്രസ് ചേർത്തതായിക്കൂടെ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞു. നമുക്ക് കേൾക്കുമ്പം അത് ശരിയാണ്, കോൺഗ്രസ് ചേർത്തതായിക്കൂടെ എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? പക്ഷേ എൻ്റെ ചോദ്യം, കോൺഗ്രസ് ആണ് ചേർത്തതെങ്കിൽ, ഇത്രയും ആയിരക്കണക്കിന് പേരുടെ വോട്ടുകൾ കോൺഗ്രസ് ആണ് ചേർത്തതെങ്കിൽ, കോൺഗ്രസുമായിട്ട് ഹെഡ് ടു ഹെഡ് ഫൈറ്റ് ചെയ്യുന്ന BJPക്കല്ലേ അത് കോൺഗ്രസ് ചേർത്തത് കൊണ്ട് നഷ്ടം വരിക? ആ ചേർത്തത് വഴി, കോൺഗ്രസ് ചേർത്തത് വഴി BJPക്ക് നഷ്ടം വരുമ്പം BJP പരാതിക്കാരൻ്റെ ഭാഗത്തിൽ വരേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് BJPക്ക് അതിനകത്തൊരു പരാതിയില്ലാത്തേ? അപ്പം BJP ഈ വിഷയത്തിൽ പരാതിക്കാരനല്ലാതെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് BJPയെ നമ്മൾ ബാക്ക് ഫുട്ടിൽ നിർത്തുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ BJPക്ക് ഈ ഒരു വിഷയത്തിൽ ഇത്രയും വോട്ടുള്ളതും ഇത്രയും പ്രശ്നമുള്ളതും ഒരു പരാതിയല്ലേ. നോക്കൂ, രാജേഷ് പറഞ്ഞ ഒരിടത്ത് പോലും ഇത് തെറ്റാണ്, ഇത് പരിശോധിക്കണം, ഇലക്ഷൻ കമ്മീഷൻ ശരിയാക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അത് പറയുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, പൊതുപ്രവർത്തകനല്ല, അദ്ദേഹത്തിനെ ഞാൻ പേഴ്സണലി ബ്ലെയിം ചെയ്യുന്നില്ല, ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടബിൾ ആക്കേണ്ട ഒരു കാര്യമാണ്. അത് BJP പറയുന്നില്ല. ഇപ്പം സംബിത് പാത്രയാണെങ്കിലും ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് അപ്പുറത്തേക്കുന്ന രാഹുൽ ഗാന്ധിയെ എതിർക്കുക എന്നുള്ളതാണ്. നോക്കൂ, കള്ളവോട്ട് നടക്കുന്നു, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും സ്മൃതിയും തമ്മിൽ തന്നെ ഈ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട് കള്ളവോട്ട് നടക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതല്ല ഇവിടുത്തെ വിഷയം. ഇത് വലിയൊരു അട്ടിമറിയായി ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി തന്നെ
ഒരു കാര്യം ചെയ്യുന്നത്. ഇപ്പോൾ സ്മൃതി പരുത്തിക്കാടിന് ഒരു വോട്ടുണ്ട്, മിക്കവാറും മാധ്യമപ്രവർത്തകർ പലപ്പോഴും വോട്ട് ചെയ്തില്ല, കാര്യം അവർ സ്റ്റുഡിയോയിലായിരിക്കും ഉള്ളത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ സ്മൃതി പരുത്തിക്കാടിൻ്റെ ഒരു വോട്ട് മറ്റൊരാൾ ചെയ്യുന്നു എന്ന് പറയുന്നത് കള്ളവോട്ടാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംവിധാനമല്ല. പക്ഷേ ഇത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ ചെയ്യുന്നോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. അവിടെ ഇലക്ഷൻ കമ്മീഷന് ഒരു പരാതിയില്ല, ഇലക്ഷൻ കമ്മീഷൻ ഒരു പ്രശ്നമില്ല, ബാക്കിയുള്ള സത്യവാങ്മൂലം കൊടുക്കൂ, ബാക്കിയുള്ള നമ്മൾ കാര്യങ്ങൾ നോക്കാം എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ അപകടം. ഈ പറയുന്ന ഇപ്പോൾ മീരാൻ ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞ എക്സ്പ്ലനേഷൻ അത് നോക്കൂ. ഈ പെർസെൻറ്റേജ് ഹൈക്ക് ഉണ്ടല്ലോ, വോട്ടിൻ്റെ പെർസെൻറ്റേജ് ഹൈക്ക് പെട്ടെന്ന് വരുന്നു. നമ്മളെല്ലാവരും, സ്മൃതി വളരെ ആത്മാർത്ഥമായി പറയാം, കുറേ നാളുകളായി നമ്മൾ ഇതിനെ സംശയിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു തരികിട നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്കെതിരെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ 90% ആൾക്കാർക്ക് ഒരു സംശയം, ഇവർ ഏതെങ്കിലും രീതിയിൽ ലീഗലി ലയബിൾ ആവുമോ? ആൾക്കാരുടെ ഏറ്റവും വലിയ പേടികളൊന്നാണ് ലീഗലി അവർ ഏതെങ്കിലും തരത്തിൽ ലയബിൾ ആവുമോ, അതുകൊണ്ട് ഈ വിമർശനം അയച്ചു വിട്ട് കഴിഞ്ഞാൽ അവരെ പിന്നെ ചേസ് ചെയ്യുമോ എന്നുള്ള പേടിയിലാണ് പലരും മിണ്ടാതിരിക്കുന്നത്. പക്ഷേ ശബ്ദം ഉയർത്താൻ കഴിയുന്ന ആൾക്കാർ, ശബ്ദം ഉയർത്താൻ മടിയില്ലാത്ത ആൾക്കാർ, ഇതിൻ്റെ ലീഗൽ കോൺസിക്വൻസിലേക്ക് എന്നാൽ നമുക്ക് പോയേക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ചോദ്യം ചെയ്ത് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ലീഗൽ കോൺസിക്വൻസിൻ്റെ പ്രശ്നമില്ല എന്ന് നോക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം ഉയർത്തിവിട്ട ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രോപ്പർലി എക്സ്പ്ലെയിനബിൾ ആണെന്നിരിക്കട്ടെ. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഓരോ കാര്യത്തിനും പ്രോപ്പറായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തൊരു എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ ആ എക്സ്പ്ലനേഷനിലേക്ക് പോയാൽ പോരെ. പക്ഷെ അതല്ലല്ലോ ഇവിടെ നടക്കുന്നേ. അപ്പോൾ ഈ പറയുന്ന പേരില്ലാത്ത, ആ നാളില്ലാത്ത, അഡ്രസ് ഇല്ലാത്ത ആൾക്കാരെ ചേർക്കുന്നു എന്നുള്ളത് ആദ്യത്തെ പ്രശ്നം. ആ ചേർക്കുന്നതിനകത്ത് ആർക്കും പരാതിയില്ല എന്നുള്ളത് മറ്റൊരു വശവുമാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ആദ്യത്തെ സ്ട്രെച്ചിൽ കേരളത്തിലെ ഈ വോട്ടേഴ്സ് ലിസ്റ്റും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ പറഞ്ഞ വിഷയത്തെ നമുക്ക് കാണാനേ പറ്റില്ല. കേരളത്തിൽ കള്ളവോട്ട് നടക്കുന്നുണ്ടോ? ഉണ്ട്. ഏത് പാർട്ടിക്കാർ നടത്തുന്നുണ്ട്? എല്ലാ പാർട്ടിക്കാരും നടത്തുന്നുണ്ട്. അതിനൊന്നും എനിക്കൊരു സംശയമില്ല. എല്ലാ പാർട്ടിക്കാരും അവിടെ ഇവിടെയൊക്കെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും ബഹളം നടക്കുന്നു, മറ്റേ പാർട്ടിക്കാർ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അതല്ല ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. നമ്മൾ കള്ളവോട്ട് എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് മാത്രം ഇതിനെ കൊണ്ട് ഒതുക്കിയാൽ അതിനകത്തൊരു അപകടമുണ്ട്. ആ ചർച്ചയ്ക്ക് വ്യാപകമായി സൃഷ്ടിക്കപ്പെടുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള പങ്കെന്ത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതാണ്. അതെ, ഡോക്ടർ മോഹൻ വർഗീസ്, ഈ വോട്ടർ ലിസ്റ്റ് ഇലക്ട്രോണിക് കോപ്പി, അതെ, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.